ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്കും ആ ഒരു 14 to 15 ആ റേഞ്ച് പ്രാക്ടിക്കലി നമുക്ക് മൈലേജ് കിട്ടുന്നതാണ്. നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് തന്നെ നമുക്ക് വയർലെസ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് ലൈൻ വാച്ച് ക്യാമറയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹോണ്ട അമേസ്. തേർഡ് ജെൻ ഹോണ്ട അമേസ് ആണ്. അപ്പോൾ ഹോണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം കേൾക്കുന്ന ഒരു പേര് തന്നെ ഹോണ്ട സിറ്റി. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു പേര് തന്നെ ഹോണ്ട സിറ്റി തന്നെയായിരിക്കും. പക്ഷേ ഹോണ്ട സിറ്റിയെ പോലെ തന്നെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ വളരെയധികം സെല് ചെയ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഹോണ്ട അമേസ്. കാരണം കുറച്ചുകൂടെ വലിയ വണ്ടിയാണ്. ആദ്യത്തെ ഫസ്റ്റ് ജെൻ അമേസ് നോക്കുകയാണെങ്കിലും ഇതുമായിട്ട് കമ്പയർ നോക്കുക സത്യം പറഞ്ഞാൽ രണ്ടും ഒരേ വണ്ടിയാണെന്ന് പറയുന്നത്. അത്രത്തോളം രൂപമാറ്റം വണ്ടിയിൽ വന്നിട്ടുണ്ടെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ എനിക്കത് ഹോണ്ട സിറ്റിയെക്കാട്ടി സെല് ചെയ്യപ്പെടുന്ന വാഹനങ്ങളൊന്നാണ് അമേസ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ബഡ്ജറ്റ് തന്നെയാണ് ഒരു ഫാക്ടർ. ഒരു 8.5-9 ലക്ഷം രൂപയ്ക്ക് തുടങ്ങി ഒരു 12 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക് വേരിയൻസ് ഒക്കെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. വണ്ടി വലുതായി, അതുപോലെ സ്പേസ് വന്നു. ഇപ്പോൾ ബൂട്ട് സ്പേസ് ആണെങ്കിലും നല്ല ഹ്യൂജ് സ്പേസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അമേസിൻ്റെ കാര്യത്തിൽ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ 10 വർഷത്തെ വാറണ്ടി. ഹോണ്ടയിലാണ് 10 വർഷമെങ്കിൽ 1,20,000 കിലോമീറ്റർ വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട് തന്നെ പറയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് എഞ്ചിൻ വരുന്നത് നമുക്ക് 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. 90 bhp പവറും 110 ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മൈലേജ് തീർച്ചയായിട്ടും പെട്രോൾ എഞ്ചിനൊക്കെ വരുമ്പോൾ എല്ലാവരും കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. കമ്പനി ഒരു 18 to 19 ആണ് ഓട്ടോമാറ്റിക് മാനുവൽ വേരിയൻറ്റിൽ പറയുന്നതെങ്കിൽ നമുക്കൊരു പ്രാക്ടിക്കലി ഇപ്പോൾ ഇത് നമുക്കൊരു 14 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്കും ആ ഒരു 14 to 15 ആ റേഞ്ച് പ്രാക്ടിക്കലി നമുക്ക് മൈലേജ് കിട്ടുന്നതാണ്. നമുക്ക് പ്രാക്ടിക്കൽ മൈലേജും കമ്പനി പറയുന്ന മാതിരി ചെറിയ വേരിയേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് എക്സ്റ്റീരിയർ കളർ നോക്കുകയാണെങ്കിൽ 6ഓളം കളറിൽ കിട്ടും. 3 വേരിയൻ്റാണ് ബേസിക്കലി വരുന്നത്. VX, ZX. കുറച്ച് വേരിയൻറ്റിൽ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് വണ്ടിയിൽ റിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റ് തന്നെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ബേസ് വേരിയൻറ്റ് എടുത്താൽ പോലും ഇപ്പം സത്യം പറഞ്ഞാൽ ബേസ് വേരിയൻ്റ് എന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള എല്ലാ ഫീച്ചറും ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് വേരിയൻറ്റിൽ തന്നെ ഉണ്ട്. ബേസ് വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് തന്നെയാണ് വരുന്നത്. നമുക്ക് ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റ് നമുക്ക് ഫോളോ മീ ഫംഗ്ഷൻ വരുന്നുണ്ട്. ടേൺ ഇൻഡിക്കേറ്റർ അതുപോലെ DRL എല്ലാം ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഒറ്റ യൂണിറ്റിലാണ് വരുന്നത്. അതിനകത്തുള്ള അപ്പിയറൻസിൽ ചെറിയൊരു മാറ്റം, ഈ കാണുന്ന ക്രോം എലമെൻറ്റിനകത്ത് ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ നമുക്ക് വേരിയൻറ്റ് ബേസ് ചെറുതായിട്ട് പറയാനുണ്ട്. അത്യാവശ്യം രസകരമായിട്ട് അത്യാവശ്യം തിക്കായിട്ടുള്ള ബീഡിങ്ങുള്ള ഒരു ക്രോം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്തുനിന്നുള്ള വ്യൂ കുറച്ചുകൂടെ രസകരമായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഗ്രില്ല് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഗ്രില്ലാണ്. ഹോണ്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ടോപ്പ് വേരിയൻറ്റിലാണ് കിട്ടുന്നത്. താഴെയായിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ലോവർ എയർ ഡാം പോർഷൻ നമുക്ക് കാണാം. അതൊരു ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് ഡിസൈൻ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡിസൈൻ വൈസും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫോഗ് ലാമ്പ് എലമെൻറ്റ് നമുക്ക് ടോപ്പ് വേരിയൻറ്റിലാണ് ഫോഗ് ലാമ്പ് നോർമലി കിട്ടും. നമുക്ക് ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ അഡാസ് ഫംഗ്ഷൻ നമുക്ക് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ കിട്ടുന്നുണ്ട്. ഏകദേശം 28ഓളം ഫീച്ചേഴ്സ് നമുക്ക് അഡാസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് വണ്ടിയിലുണ്ട്. പിന്നെ നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് ഹിൽ ഡിസെൻറ്റ് വരുന്നുണ്ട്, ഹിൽ ഹോൾഡ് കൺട്രോൾ വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് 6ഓളം എയർ ബാഗ് ഏറ്റവും ബേസ് വേരിയൻറ്റിൽ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോൾ 15 ഇഞ്ച് അലോയ് വീൽസ് ആണ് നമുക്ക് വരുന്നത്. സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ടയർ പ്രൊഫൈൽ 185/60 ആണ് പ്രൊഫൈൽ വരുന്നത്. കുറച്ചൊരു ഉപയോഗിച്ചപ്പോൾ എക്സ്പീരിയൻസ് നല്ല രീതിയിലുണ്ട്. വണ്ടിയിലൊക്കെ ഇച്ചിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ മഴയായിരുന്നു, മഴ സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം അത്യാവശ്യം നല്ലപോലെ അഴുക്കായി. അതുകൊണ്ടാണ് ഈ അഴുക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ വേറെ ടയറിൻ്റെ കാര്യത്തിൽ ടയർ അത്യാവശ്യം നമുക്ക് കിട്ടുന്ന ഒരു വണ്ടിയാണ്. വലിയ വർഷം ഒരു 50,000 ഒക്കെ നമുക്ക് സുഖമായിട്ടും ഫസ്റ്റ് ടയർ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. കാരണം ഒരു ആവറേജ് ബോഡി വെയിറ്റ് ആണ് വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മൈലേജും ടയർ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ടയർ ലൈഫ് കിട്ടാത്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് EVയിൽ ഇപ്പം ടയർ ലൈഫ് ഭയങ്കര കുറവാണ്. അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു 20-25,000 കിലോമീറ്ററൊക്കെ നമുക്ക് EV വെഹിക്കിളിൽ കിട്ടുന്നത്. മിററിലേക്ക് വരുമ്പോൾ ഒരു എക്സ്ട്രാ എലമെൻറ്റ് ഉണ്ട്. അതാണ് ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ് ഉണ്ട്. ഈ ഒരു ക്യാമറ യൂണിറ്റ് എന്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ വാച്ച് ക്യാമറ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് ലൈൻ വാച്ച് ക്യാമറയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. മിറർ ബോഡി കളർ തന്നെയാണ് വരുന്നത്. റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഡ്രൈവർ സൈഡിലും പാസഞ്ചർ സൈഡിലും അവൈലബിൾ ആണ്. ക്രോം പ്ലേറ്റഡ് ആണ് ഡോർ ഹാൻഡിൽ വരുന്നത്. നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. 35 ലിറ്റർ ആണ് ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. നമുക്ക് പെട്രോൾ ആണ് ഫ്യൂൽ വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ CNG വെഹിക്കിൾ കൺവേർട്ട് ചെയ്ത ഹോണ്ട വെഹിക്കിൾസ് ഇഷ്ടം പോലെ കാണാറുണ്ട്. അപ്പം ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് അമേസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു അമേസുമായിട്ട് നമ്മൾ വയനാട് വരെ പോയിട്ടുണ്ടായിരുന്നു. അത് CNG കൺവേർട്ട് ചെയ്ത വണ്ടിയായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു ഓടിക്കാൻ. നമുക്ക് നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നൊരു പ്രൊഡക്റ്റാണ്. ഇനി നമ്മുടെ റിയർ സൈഡിലേക്ക് വരികയാണെങ്കിലും അത്യാവശ്യം എനിക്കൊന്നിപ്പോൾ ഹോണ്ട സിറ്റിയുടെ ടെയിൽ ലാമ്പുമായിട്ട് ഭയങ്കര മാച്ച് ചെയ്യുന്ന ടെയിൽ ലാമ്പാണ് ഇപ്പോൾ നമുക്ക് അമേസിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ അമേസ് എന്ന് പറഞ്ഞാൽ ബാഡ്ജിക്ക് IVTEC പെട്രോൾ വേരിയൻ്റ് ആയതാണ് IVTEC കൊടുത്തേക്കുന്നത്. റിവേഴ്സ് ക്യാമറ യൂണിറ്റ് കാണാം. ബോട്ടിലേക്ക് വരുമ്പോൾ 416 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം ഡെപ്തുള്ള അടിയിലായിട്ട് സ്പെയർ വീൽ കാണാം. സ്പെയർ വീലിൻ്റെ സൈസ് 14 ഇഞ്ചാണ്. 175, 70, 14 ഇഞ്ച്. അതുപോലെ നമുക്ക് ടോപ്പ് വേരിയൻറ്റിലാണ് 15 ഇഞ്ച് ടയേഴ്സും കാര്യങ്ങളും കിട്ടുന്നത്. തൊട്ട് താഴത്തെ വേരിയൻറ്റിൽ 14 ഇഞ്ചാണ്. ഇപ്പോൾ 14 ഇഞ്ച് വരുന്ന വേരിയൻറ്റിൽ ഈ ഒരു ടയർ സൈസ് പ്രശ്നമില്ല. കറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീലായിട്ട് കിട്ടും. പിന്നെ ഡിഫോഗർ വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻഡ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് എക്സ്റ്റീരിയർ ബ്യൂട്ടിയിൽ പറയാനുള്ള കാര്യം. പിന്നെ നമുക്ക് എക്സ്ട്രാ എലമെൻറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയിൽ തന്നെ ഫിറ്റ്മെൻ്റ് ആയിട്ട്
കിട്ടും. അങ്ങനെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു മാസം അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദീപാവലി അങ്ങനെ പല ഫെസ്റ്റിവലിൽ നടക്കുന്ന ഒരു സമയമാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ നോക്കാം. ഇന്റീരിയർ നമുക്ക് ആദ്യം ഡോർ പാഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അതൊക്കെ ഇച്ചിരി അഴുക്കൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കുക. അപ്പോൾ ഡോർ പാഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഡിഗൽ ടോൺ ഫിനിഷാണ് വരുന്നത്. ബ്ലാക്ക് ബീച്ച് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് കാണാം, മിറർ കൺട്രോൾസ് കാണാം. അത്യാവശ്യം ബോട്ടിൽ സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ നമുക്ക് ടോപ്പ് വേരിയൻറ്റിൽ 4+2 വരും. ബാക്കിയുള്ള വേരിയൻറ്റിൽ നമുക്ക് 4 സ്പീക്കേഴ്സാണ് വരുന്നത്. സീറ്റ് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് വിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റ്, ഒരു കുഷനിങ് ഉള്ള സീറ്റാണ്. ഇരിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അത്യാവശ്യം എയർ ഫ്ലോ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സീറ്റാണ് കേട്ടോ. ഹെഡ് റെസ്റ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. ഇപ്പോൾ ഹോണ്ട വണ്ടികൾ മിക്കവാറും ഏത് പ്രോഡക്റ്റ് എടുത്താലും അത്യാവശ്യം രസകരമായിട്ട് തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. എയർ ബാഗ്, സൈഡ് എയർ ബാഗ് ഉണ്ടോ. ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് എല്ലാ വേരിയൻറ്റിലും എയർ ബാഗ്സും കാര്യങ്ങളൊക്കെ 6 കൊടുത്തിരിക്കുന്നത്. സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റിക്ലൈനിങ് ഡിക്ലൈനിങ് ഫംഗ്ഷൻസും കാര്യങ്ങളും അതുപോലെ സ്ലൈഡിംഗ് ഫംഗ്ഷൻ എല്ലാം സീറ്റ്സ് അവൈലബിൾ ആണ്. ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഫംഗ്ഷൻസ് കുറേ കാര്യങ്ങൾ സ്റ്റിയറിംഗ് സൈഡിൽ വരുന്നു. വെച്ചാൽ അഡാസുമായിട്ട് ബന്ധപ്പെട്ട അഡാസിനകത്ത് നമുക്ക് ലൈൻ വാച്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. ഇത് വളരെ ഏറ്റവും രസകരമായിട്ടുള്ള നല്ല രസമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് ആൻഡ് ക്ലസ്റ്റർ കൺട്രോൾസ് ആണ്. അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫുൾ കൺട്രോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. 7 ഇഞ്ചാണ് ക്ലസ്റ്റർ വരുന്നത്. അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും നമുക്ക് ക്ലസ്റ്ററിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എഞ്ചിൻ്റെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. സെക്കൻഡ് വേരിയൻ്റ് തൊട്ടാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ബട്ടൺ എന്താണെന്ന് അറിയാം. നമുക്ക് ലൈൻ വാച്ച് ക്യാമറ ഉണ്ടല്ലോ, ആ ക്യാമറ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ബട്ടണാണ്. ഇത് ഓൺ ആക്കിയപ്പം ഇതാണ്ട് ഇവിടെ നമുക്ക് ക്യാമറയുടെ ഒരു വ്യൂ വന്നു. നമുക്ക് വണ്ടി റണ്ണിങ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ എടുക്കാൻ പറ്റും. കാരണം നമുക്ക് റൈറ്റ് സൈഡിനെ കാട്ടി കാണാൻ പറ്റാത്തത് എപ്പോഴും ലെഫ്റ്റ് സൈഡാണ്. അതിനായിട്ടാണ് ഈ ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തത്. ഇപ്പോൾ വണ്ടികളിലൊക്കെ 360 ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടിയിൽ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. കമ്പനിയുടെ തന്നെ ഫിറ്റ്മെൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഈ കാണുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ലൈറ്റ് കൺട്രോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. വൈപ്പർ കൺട്രോൾസ് നമുക്ക് ഈ ഒരു സൈഡിൽ കാണാം. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന കൺട്രോളാണ് കേട്ടോ. ഇനി അതുപോലെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് 8 ഇഞ്ചാണ് സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ വരിക. ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് വയർലെസ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഫ്ലോട്ടിംഗ് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ആപ്പ് വഴി കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻ സിസ്റ്റം വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് AC കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം മാക്സ് കൂൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മൾ വെയിലത്തെ കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് വണ്ടി ഒന്ന് കൂളാക്കണമെങ്കിൽ മാക്സ് കൂൾ ഉപയോഗിക്കാം. വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 2 A പോർട്ട് ചാർജിങ് കാണാം. 12 വോൾട്ടിൻ്റെ ഓക്സിലറി ചാർജിങ് കാണാം. ഇത് വയർലെസ് ചാർജിങ്ങിൻ്റെ പവർ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാം. 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഗിയർ ലിവർ 5 ഗിയർ പ്ലസ് 5 ഫോർവേഡും 1 റിവേഴ്സും ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് CVT ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. CVT ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ബേസിക് ലെവൽ ഓട്ടോമാറ്റിക് അല്ല, തൊട്ട് മുകളിൽ ഇരിക്കുന്നതാണ്. CVT ആണ്, AMD അല്ല ഇതിനകത്ത് വരുന്നത്. ചെറിയൊരു വാലറ്റൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. വാലറ്റ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഹാൻഡ് ബ്രേക്ക് കാണാം. ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഗ്ലൗ ബോക്സ് ഇതാണ്. ഗ്ലൗ ബോക്സിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ടോൺ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റൈഡ് ഫിനിഷ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് സീറ്റ് കണ്ടല്ലോ, നേരത്തെ നമ്മൾ ഡ്രൈവർ സൈഡിൽ പറഞ്ഞ കാര്യമാണ് സീറ്റ്. പാസഞ്ചറിൽ വലിയ വ്യത്യാസമില്ല. ഡോർ സൈഡ് നോക്കുകയാണെങ്കിലും ഡോർ പാഡിൽ ആവറസ്റ്റ് പോർഷൻ നമുക്ക് ഒരു ഫാബ്രിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. മിറർ മാത്രമേ ഉള്ളൂ. രണ്ടിടത്തും മിറർ മാത്രമാണ് കൊടുത്തേക്കുന്നത്. സാധാരണ ഡ്രൈവർ സൈഡിൽ പല വണ്ടിക്കും മിറർ വരാറില്ല. മിറർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് നമുക്ക് ഒരു റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആൻറ്റി ക്ലിയർ ഫംഗ്ഷനുള്ള മിററാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് മാനുവലി വേണം കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സെക്കൻഡ് റോയിലാണ്. ഡോർ പാഡ് കാണാം. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഇവിടെ നമുക്കൊരു സിംഗിൾ ടോണേ വരുന്നുള്ളൂ. ഡോർ പാഡിൽ നമുക്ക് ആംബ്രസ്റ്റ് പോർഷൻ കാണാം. അതുപോലെ തന്നെ ബോട്ടിൽ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഡെക്കറേഷൻസ് ഒന്നുമില്ല. വളരെ നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് കേട്ടോ. സോഫ്റ്റ് ഫാബ്രിക്കും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡർ ഉണ്ട്. നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് ബാക്കിലെ സീറ്റ് വരുന്നത്. 60/40 ഫോൾഡിംഗ് കാര്യങ്ങളൊന്നും സീറ്റിൽ വരുന്നില്ല. AC വെന്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് AC വെന്റ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പവർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട് 12 വോൾട്ടിൻ്റെ. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റ് സത്യം പറഞ്ഞാൽ ഇപ്പം വളരെ ഉപയോഗിക്കുന്നത് കുറവാണ്. എല്ലാവരും സീപോർട്ടോ സീപോർട്ടാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇതിനകത്തൊക്കെ മാറി ഇപ്പം സീപോർട്ട് വരേണ്ട സമയമായെന്ന് തോന്നുന്നു. നമുക്ക് 3 പോയിന്റ് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ വരുന്നുണ്ട്. ഇത്രയാണ് ബാക്കിൽ പറയാൻ. ബാക്കി നമുക്ക് ഒരുപാട് പറയേണ്ട കാര്യമില്ല. കാരണം അമേസ് ഇറങ്ങിയിട്ട് ഒത്തിരി നാളായി. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ചതിൻ്റെ രീതിയിൽ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. ഇപ്പം നമുക്കൊരു ഫ്യൂൽ എഫിഷ്യൻസി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 13 to 15 ബിറ്റ്വീൻ നമുക്ക് കിട്ടുന്നുണ്ട്. ആക്ച്വലായിട്ട് ഗിയർ ഷിഫ്റ്റ് ഭയങ്കര സ്മൂത്താണ്. ലൈറ്റർ ക്ലച്ചാണ്. പെട്രോളാണ്, ഒബ്വിയസ്ലി കുറച്ച് ലൈറ്റർ ആയിരിക്കും. പിന്നെ സ്റ്റിയറിംഗ് സൈഡിൻ്റെ മാനേജ്മെൻറ്റും രസമാണ്. സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ മാക്സിമം നല്ലൊരു പൊസിഷൻ, നമുക്ക് റോഡ് നല്ല വിസിബിലിറ്റി ഉള്ള ഒരു പൊസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡ്രൈവറുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഏത് പൊസിഷനിലേക്കും റീച്ച് ചെയ്യാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സസ്പെൻഷൻ സൈഡ് നോക്കുകയാണെങ്കിലും മോശം റോഡിൽ കൂടെ പോയാലും വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ബ്രേക്കബിലിറ്റി അതുപോലെ നല്ലതാണ്. അത്യാവശ്യം ഈ ഒരു വണ്ടിക്ക് പറ്റുന്ന ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രേക്കബിലിറ്റി വണ്ടിക്കുണ്ട്. ആ കാര്യത്തിലൊന്നും യാതൊരു ഡിസ്കംഫർട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബാക്കിൽ ഇരിക്കുന്നവർക്കും വളരെ രസകരമാണ് എന്ന് തന്നെയാണ് ബാക്കിൽ ഇരുന്നവർ പറഞ്ഞത്. പിന്നെ ഇരിക്കാനുള്ള നല്ല സ്പേസും ഉണ്ട്. ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കോർണറിങ് ഒക്കെ എടുക്കുന്ന കാര്യത്തിലേക്ക് ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ പ്രശ്നമില്ലാത്ത ഒരു വെഹിക്കിൾ തന്നെയാണ്. ബഡ്ജറ്റ് ഒരു ഫാക്ടറാണ്. ചെറിയ ബഡ്ജറ്റിൽ
നല്ലപോലെ റിലയബിൾ ആയിട്ടുള്ളൊരു വണ്ടി, കുറേ നാൾ കൊണ്ട് നടക്കാൻ യൂസ് ചെയ്യാൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അമേസ് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോഴത്തെ ഈ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിലും വണ്ടി കുറച്ചുകൂടെ ബിഗ്ഗർ ആയിട്ടുണ്ട്, കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഫസ്റ്റോ സെക്കൻഡോ വേരിയൻ്റ് എടുത്താൽ തന്നെ അത്യാവശ്യം നല്ലപോലെ ഫീച്ചേഴ്സ് ഉണ്ട് വണ്ടിയിൽ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ ഫീച്ചറും അല്ല, നമുക്ക് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഫീച്ചറുകളൊക്കെ വണ്ടിക്കകത്തുണ്ട്. പിന്നെ അതുപോലെ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, ഹിൽ ഹോൾഡ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് വണ്ടിയുടെ ഏകദേശം ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഓഫേഴ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഓഫേഴ്സ് ഒരു 28,000 തൊട്ട് 68,000 വരെയുള്ള ഓഫറുകൾ ഈ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടൈമാണ് ഈ ഒരു സ്പെഷ്യൽ ഓഫർ. എപ്പോഴും ഓഫർ കിട്ടണമെന്നില്ല, കാരണം ഇപ്പോൾ GST ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വണ്ടിയിലേക്ക് ആഡ് ഓൺ ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ്. ഈ വണ്ടിക്കൊക്കെ അത്യാവശ്യം നല്ലൊരു GST ബെനിഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഓഫറിലാകുമ്പോഴത്തേക്ക് നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വണ്ടികൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ. കൂടുതൽ ഓഫർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലർഷിപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് തരുന്നതായിരിക്കും. വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചുള്ള വണ്ടിയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് വളരെ ഇപ്പോൾ ഫാമിലിക്കൊക്കെ ആണെങ്കിൽ ഫാമിലി എല്ലാവരും ഇരുത്തി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കുറച്ചധികം ദൂരം ഓടിച്ച് നോക്കുക, പ്രശ്നമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ വണ്ടികളെന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ്, മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വണ്ടികൾ എടുക്കുക.